ഉപദേശങ്ങൾ മാനവരോടായി കേഴുന്നു. പാപവഴികളുപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവകൃപ നിറഞ്ഞ കൃപയുടെ നിറവായ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ചിട്ട് ഇന്ന് അമ്മയ്ക്ക് നമ്മളോട് എന്താണ് പറയാനുള്ളത് എന്ന് ഗ്രഹിക്കാനും ശ്രവിക്കുവാനുമുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി അമ്മയോട് നമുക്ക് പറയാം, അമ്മേ, ഞാൻ പൂർണ്ണമായും അമ്മയുടേതാണ്. അമ്മ എന്നെ യേശുവിൻ്റെ സ്വന്തമാക്കി, യേശുവിൻ്റെ മാത്രമാക്കി മാറ്റണേ. അമ്മേ, ഞങ്ങൾ ശ്രവിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഗ്രഹിച്ചുകൊണ്ട് ഗ്രഹണം ജീവിതത്തിൽ ബുദ്ധിയുടെ തലത്തിലേക്കും ബുദ്ധി കഴിവിലേക്കും കഴിവ് കൃപയിലേക്കും വളരാനുള്ള അനുഗ്രഹം, ആ അനുഗ്രഹം പ്രാപിക്കാനായിട്ട് അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾ യേശുവിൻ്റേത് മാത്രമാകട്ടെ അമ്മേ. അമ്മ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് സ്വീകരിക്കുവാനുള്ള വലിയ കൃപ നൽകണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണേ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരൻ്റെ പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മ ഇന്നലെ നമ്മളോട് പറഞ്ഞു, ജപമാലയാൽ സാത്താൻ ബന്ധിതനാകും. ഉറപ്പാണ് മക്കളെ, നിങ്ങൾ ജപമാലയെടുത്ത് പ്രാർത്ഥനാ നിരതരായിട്ട് എന്നോടൊപ്പം പരിശുദ്ധ അമ്മയോടൊപ്പം യുദ്ധം ചെയ്ത് മുന്നേറണമെന്ന്. ഇന്ന് അമ്മ ആ സന്ദേശത്തിൻ്റെ തുടർച്ച പറയുകയാണ്. മക്കളെ, ജപമാല എന്ന ചങ്ങലയിൽ ബന്ധിതനായി കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നിർവീര്യമാക്കപ്പെടും. അവനൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാകും. ഒരിക്കലും അവന് സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല. അതിനാൽ മക്കളെ, പാപങ്ങളെ ഉപേക്ഷിച്ച് ശിശു സഹജമായ മനസ്സോടെ പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ളവരായി കുമ്പസാരത്തിലൂടെ ദിവ്യകാരുണ്യത്തിലൂടെയെല്ലാം പരിശുദ്ധ ശക്തി സ്വീകരിച്ച് പിതാവിൻ്റെ പദ്ധതികൾക്ക് കീഴ്പ്പെടുവിൻ. ദൈവീക പദ്ധതിക്ക് കീഴ്പ്പെടുവിൻ. എന്താണ് ദൈവീക പദ്ധതി? ജെറമ്യാ പ്രവാചകൻ എഴുതിയ പുസ്തകത്തിൽ 29-ാം അധ്യായം 11-14 വചനങ്ങളിൽ ഇപ്രകാരം പറയുന്നില്ലേ, നിങ്ങളെക്കുറിച്ചുള്ള ഒരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്. അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നമ്മുടെ ക്ഷേമം മാത്രമാണ്, നന്മ മാത്രമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ കഷ്ടങ്ങളോ നഷ്ടങ്ങളോ ദാരിദ്ര്യമോ ഒന്നും ഈശോ ആഗ്രഹിക്കുന്നതല്ല. നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന ദൈവിക അനുഗ്രഹങ്ങളാൽ ലഭിക്കുന്ന ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം തന്നിരിക്കുന്നത് എന്ന് വചനം പറയുന്നു. അത് സത്യവുമാണ്. എങ്കിൽ പിന്നെ ഈ ദൈവിക പദ്ധതിയെ തകർക്കാൻ ആർക്കാ സാധിക്കുക? ഒരൊറ്റ വ്യക്തിക്ക് നമ്മെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തകർക്കാൻ സാധിക്കൂ. അത് നമുക്കാണ്. കുഞ്ഞെ, നിനക്കാണ്. ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയെ തകർക്കാൻ കഴിയുക നിനക്കാണ്. നീ തിന്മയെ കൂട്ടുപിടിച്ച് ജീവിക്കുമ്പോൾ, ദൈവത്തെ മറന്ന് ജീവിക്കുമ്പോൾ, ദൈവത്തെ കൂടാതെ ജീവിക്കാം എന്നുള്ള വ്യാജേന നീ ജീവിക്കുമ്പോൾ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയെ നീ തകർക്കുകയാണ്. നീയാണ് അതിന് തടസ്സം നിൽക്കുന്നത്. ആ തടസ്സത്തെ എടുത്തു മാറ്റാൻ നിനക്ക് കഴിയും. എപ്പോൾ നീ ദൈവത്തിലേക്ക് തിരിഞ്ഞ്, ദൈവമേ, തെറ്റിപ്പോയി, ഞാൻ പാപിയാണ്, എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് നിന്റെ ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകൾക്കും കുമ്പസാരമെന്ന കൂദാശയിലൂടെ മാപ്പ് അപേക്ഷിച്ച് കൃപ സ്വീകരിച്ച് ദിവ്യകാരുണ്യം സ്വീകരിച്ച് പ്രാർത്ഥനയിലേക്ക് നീ കടന്നു വരുമ്പോൾ നീ തകർത്ത ദൈവിക പദ്ധതി വീണ്ടും ഉയർത്താനായിട്ടും ദൈവത്തിൻ്റെ ക്ഷേമത്തിനുള്ള പദ്ധതിയുടെ വിളി സ്വീകരിക്കുന്ന കുഞ്ഞായിട്ട് മാറാനും നിനക്ക് സാധിക്കും. അതുകൊണ്ട് നീ ദൈവത്തെ സ്നേഹിക്കുക. എത്ര സ്നേഹിക്കണം? പലരും പറയാറുണ്ട്, ഒരുപാട് സ്നേഹിച്ചാൽ ഞാൻ ജീവിക്കുന്ന, ഈശോയെ ഒരുപാട് ഇഷ്ടമാണ്
എത്ര സ്നേഹിക്കണം ഇനി എൻ്റെ കഷ്ടങ്ങൾ തീരാൻ? പലരും എന്നോട് ചോദിച്ചിട്ടുള്ളതാ. ഒരു ഉത്തരമേ അമ്മ പറഞ്ഞു തന്നത്, സ്നേഹത്തിന് ഒരു അളവുകോലേ ഉള്ളൂ, അളവില്ലാതെ സ്നേഹിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അളവില്ലാതെ സ്നേഹിക്കുക. എന്തെങ്കിലും കിട്ടാൻ വേണ്ടി സ്നേഹിക്കരുത്. നീ ഒന്ന് മാത്രം കിട്ടാൻ ആഗ്രഹിച്ചോ, നിത്യത. അത് ലഭിക്കാതെ ലോകത്ത് എന്തു കിട്ടിയിട്ടും നിന്റെ ആത്മാവിൽ കുറവ് അനുഭവിക്കുന്ന വ്യക്തിയായിട്ട് തന്നെ നീ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് നീ നിത്യത കിട്ടാൻ ആഗ്രഹിച്ച് അളവില്ലാതെ ദൈവത്തെ സ്നേഹിക്ക്. ആ സ്നേഹം ദൈവിക പദ്ധതിയുടെ പൂർത്തീകരണമായിട്ട് നിന്റെ ജീവിതത്തിൽ കൃപയായിട്ട് നിറയും. മക്കളെ, ഇന്നത്തെ ലോകത്തിൻ്റെ സ്ഥിതി നിങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ അമ്മയ്ക്ക് കഴിയുന്നില്ല. കാരണം എന്താ? നമ്മൾ മനസ്സിലാക്കുന്നില്ല. നിഷ്കളങ്ക രക്തത്താൽ നിങ്ങളുടെ തെരുവുകൾ കളങ്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അതേക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ലല്ലോ. വെട്ടും കൊലയും കൊള്ളയും പല മക്കൾ ഒരുമിച്ച് ചേർന്ന് എന്ത് വൈരാഗ്യമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, വ്യക്തിപരമായ വൈരാഗ്യമാകട്ടെ, എന്തു ആകട്ടെ, ഒരു മനുഷ്യനെ നടു റോട്ടിലിട്ട് വെട്ടിക്കൊല്ലുക. എന്തൊരു അവസ്ഥയാ ലോകത്തിൻ്റെത്. അമ്മ പറയാ, നിഷ്കളങ്ക രക്തത്താൽ നിങ്ങളുടെ തെരുവുകൾ കളങ്കപ്പെട്ടിരിക്കുന്നു. നിഷ്കളങ്ക രക്തം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ വെട്ടിക്കൊല്ലുന്നത് പോലെ തന്നെ അബോഷൻ എന്ന പാപം, ആ പാപം ചെയ്തിട്ട് നിഷ്കളങ്കരായ ശിശുക്കളുടെ രക്തം ഈ ഭൂമിയിലേക്ക് ഒഴിക്കുമ്പോൾ ആ രക്തം സ്വർഗത്തിന് നേരെ നിലവിളിക്കുന്നുണ്ട്. അത് അമ്മയ്ക്ക് ഉള്ള വലിയൊരു സങ്കടമാണ്. അമ്മ പറയുന്നു, നിഷ്കളങ്ക രക്തത്താൽ തെരുവുകൾ കളങ്കപ്പെട്ടിരിക്കുന്നു. എൻ്റെയും എൻ്റെ തിരുക്കുമാരൻ്റെയും ഹൃദയം ഇത് കണ്ട് തളർന്നു പോകുന്നു. കാരണം ദൈവത്തിൻ്റെ ജീവനെ, ദൈവം നൽകുന്ന ജീവനുകളെ വെട്ടിവീഴ്ത്തുക, എൻ്റെ പൊന്നുണ്ണിയുടെ ശരീരമാകുന്ന സഭയെ പിടിച്ചു വലിക്കുകയും വിഭജിക്കുകയും അംഗഭംഗപ്പെടുത്തുകയും തളർത്തിക്കളയുകയും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്നാ പരിശുദ്ധ അമ്മ പറയുന്നേ. പൗലോസ് അപ്പസ്തോലനോട്, സാവൂളിനോട് ദൈവമായ കർത്താവ് പറഞ്ഞില്ലേ? ഞാൻ കഴിഞ്ഞൊരു സന്ദേശത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. സാവൂൾ, സാവൂൾ, നീ പീഡിപ്പിക്കുന്ന കർത്താവാണ് ഞാനെന്ന്. സാവൂൾ ചോദിച്ചു, ഞാൻ നിന്നെ പീഡിപ്പിച്ചിട്ടില്ലല്ലോ. അപ്പൊ സഭയെ പീഡിപ്പിക്കുന്നത് കർത്താവിനെ പീഡിപ്പിക്കുന്നത് തുല്യമാണെന്ന് ഇതിനു മുൻപ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പരിശുദ്ധ അമ്മ പറയാ, എൻ്റെ പൊന്നുണ്ണിയുടെ ശരീരമാകുന്ന സഭ യേശുവിൻ്റെ ശരീരമാണ്. ആ സഭയെ പിടിച്ചു വലിക്കുകയും വിഭജിക്കുകയും, ഇതിൻ്റെ ആന്തരിക അർത്ഥങ്ങൾ നമുക്കറിയാം. സഭയുടെ മക്കളാൽ തന്നെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഈ കാലഘട്ടത്തിൽ. വിശ്വാസത്തിൻ്റെ മേഖലയിലും വിശ്വാസ ജീവിതത്തിൻ്റെ മേഖലകളിലും പല മേഖലകളിലും അത് വിഭജിക്കുന്നു, സഭയെ വിഭജിക്കുന്നു. യേശുക്രിസ്തു വിഭജിക്കപ്പെട്ടുവോ? ഇല്ല. കർത്താവിൻ്റെ സഭയെ വിഭജിക്കുമ്പോൾ പല പല ഗ്രൂപ്പുകൾ പലയിടത്തും കൂണ് മുളയ്ക്കുന്നത് പോലെ ഇങ്ങനെ മുളച്ചു വരും. എന്നിട്ട് അവരുടെ പ്രത്യയ ശാസ്ത്രങ്ങളെല്ലാം സത്യമാണെന്ന് പ്രഘോഷിച്ചുകൊണ്ട് ഒരു പിടി ആത്മാക്കളെ അവരുടെ വലയിൽ വീഴ്ത്തും. പാവം ആത്മാക്കൾ അത് വിശ്വസിച്ചുകൊണ്ട് സത്യസഭയെ ഉപേക്ഷിച്ച്, അതായത് യേശുക്രിസ്തുവിനെ തന്നെ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നു എന്ന വ്യാജേന ജീവിക്കുമ്പോൾ സഭയെ വലിച്ചു പറിച്ചെടുത്ത് വിഭജിക്കുകയാണ്, അംഗഭംഗപ്പെടുത്തുകയാണ്, തളർത്തിക്കളയുകയും ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ സാധിക്കുന്നില്ലെന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. ഐക്യവും സമാധാനവും പ്രസംഗിക്കപ്പെടുന്നു, എന്നാൽ അത് പ്രാവർത്തികമാക്കുന്നവർക്ക് വേണ്ടി മനുഷ്യൻ തന്നെ വലകൾ വിരിക്കുന്നു. സത്യമല്ലേ? ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ? ഐക്യം, സമാധാനം എല്ലായിടത്തും പ്രസംഗിക്കുന്നു, എല്ലാവരും പ്രസംഗിക്കുന്നു, എല്ലാവർക്കും അത് തന്നെയാണ് ആഗ്രഹം. എന്നാൽ അത് പ്രസംഗിക്കപ്പെടുന്നു, എന്നാൽ അത് പ്രാവർത്തികമാക്കുന്നവർക്ക് വേണ്ടി, ജീവിതത്തിലൂടെ പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി, ജീവിതം സുവിശേഷ സാക്ഷ്യമാക്കി മാറ്റുന്നവർക്ക് വേണ്ടി മനുഷ്യൻ തന്നെ വലകൾ വിരിക്കുന്നു. ഈ കാലയളവിൽ തന്നെ ഇത്രയേറെ ദുരവസ്ഥകൾ ഉണ്ടാവുന്നത് കൊണ്ട് കൂടിയാണ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഞാൻ അസാധാരണമായ പ്രത്യക്ഷങ്ങൾ നൽകുന്നതും പ്രവർത്തിക്കുന്നതും. പലരും പറയില്ലേ, പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നോ? അതിൻ്റെ അർത്ഥം എന്താ? അതൊക്കെ സത്യമാണോ? സഭ അത് അംഗീകരിച്ചിട്ടുണ്ടോ?
പ്രിയപ്പെട്ടവരെ, അമ്മ പറയുന്നു, ആരുടെയും അംഗീകാരത്തിൻ്റെയും സ്ഥിരീകരണത്തിൻ്റെയും തീരുമാനങ്ങൾ ഉറപ്പിക്കപ്പെടുന്നത് കാത്തു നിൽക്കാൻ എനിക്ക് സമയമില്ല. പരിശുദ്ധ അമ്മയ്ക്ക് കാത്തു നിൽക്കാൻ സമയമില്ല. അംഗീകാരത്തിൻ്റെ, ഉറപ്പിക്കപ്പെടുന്നതിൻ്റെ, സ്ഥിരീകരണത്തിൻ്റെ. അമ്മയ്ക്ക് പ്രവർത്തിക്കണം, അമ്മയ്ക്ക് മക്കളെ രക്ഷിക്കണം, അമ്മയ്ക്ക് സഭയെ രക്ഷിക്കണം. നശിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്ത് സഭ തളരുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് ദുഃഖമുണ്ട്. സഭയുടെ മക്കൾ വിഭജിക്കപ്പെടുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് ദുഃഖമുണ്ട്. എന്നെ കേൾക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് ഒന്നാകാം. ഗ്രൂപ്പുകളൊന്നും വേണ്ട. കത്തോലിക്ക തിരുസഭ കർത്താവിൻ്റെ സഭയാണ്. യേശു ക്രിസ്തു സ്ഥാപിച്ച അവിടുത്തെ സഭയാണ്. ആ സഭയിൽ നിന്ന് മാറപ്പെടുന്നവര് പല ശാസ്ത്രങ്ങളും പറഞ്ഞ്, പല വിശ്വാസ സംഹിതകളും പറഞ്ഞ് മാറിപ്പോയിട്ടുള്ളവര് ദയവായിട്ട് ശ്രവിക്കണമേ, കേൾക്കണമേ. ദൈവത്തിൻ്റെ സഭ, കത്തോലിക്ക സഭയിലേക്ക് തിരിച്ചു വരണമേ. അമ്മയുള്ളിടത്തേക്ക് മക്കൾ ഓടി വരില്ലേ? കത്തോലിക്ക സഭയില് പരിശുദ്ധ അമ്മയുണ്ട്, യേശുവുണ്ട്. അവിടുത്തെ തിരുശരീര രക്തങ്ങൾ ഭക്ഷണപാനീയമായി നൽകി ആത്മാവിനെ ഉണർത്തി സ്വർഗം നോക്കി ജീവിക്കാൻ നമുക്ക് സാധിക്കും. ഇത് ഞാൻ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന പലരും ചിന്തിച്ചേക്കാം, എന്നിട്ട് ഈ കത്തോലിക്കരെന്താ ഇതുപോലെയൊക്കെ വഴിതെറ്റിപ്പോകുന്നതെന്ന്. ഓർക്കുക, വഴിതെറ്റിക്കുന്നത് കർത്താവല്ല, വഴിതെറ്റുന്നത് മനുഷ്യരാണ്. കർത്താവ് നന്മയുടെ വഴിയാ കാണിച്ചു തന്നത്. വഴിതെറ്റിപ്പോയത് തിന്മയുടെ ആകർഷണത്താലാണ്. അതുകൊണ്ട് തിരിച്ചറിയുക, തിരിച്ചു വരിക, തിരിച്ചറിവിലേക്ക് വരിക. ഈശോ അതിനുള്ള അനുഗ്രഹം തരും. മക്കളെ, ഒന്ന് ഓർക്കുക, ദൈവത്തെ വഞ്ചിക്കുവാനോ വാദമുഖങ്ങൾ കൊണ്ട് അവിടുത്തെ ബോധ്യപ്പെടുത്തുവാനോ ആർക്കും കഴിയില്ല. ദൈവത്തെ വഞ്ചിച്ച് ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന ലോകമേ, നിനക്കാണ് തെറ്റുപറ്റിയത്. ലോകം ഇന്ന് മനുഷ്യന് ഒരു അടയാളമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചറിവോടെ, പരിശുദ്ധാത്മ നിറവോടെ നല്ല ജീവിതം നയിക്കുകയാണ് ഇനി മനുഷ്യൻ ചെയ്യേണ്ടത്. മനുഷ്യൻ ചെയ്യേണ്ടത് എന്തെന്നാ പരിശുദ്ധ അമ്മ പറയുന്നേ? തിരിച്ചറിയുക, പരിശുദ്ധാത്മാവിനായിട്ട് ദാഹിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ നല്ല ജീവിതം. എന്താ നല്ല ജീവിതം? തിന്മയുടെ ജീവിതം ഉപേക്ഷിച്ചിട്ട് നന്മ തന്നെയായ ദൈവത്തിലായിരുന്നു കൊണ്ട് ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിച്ച് നന്മ ചെയ്ത്, നന്മ പറഞ്ഞ്, നന്മ ചിന്തിച്ച് ജീവിക്കുക. പ്രിയ ദൈവപൈതലേ, നീ ചിന്തിക്കുന്നുണ്ടോ നീ നന്മയുടെ വഴിയിലൂടെയാണെന്ന്? എങ്കിൽ ഓർക്കുക, ജീവിത നന്മകളെ ദൈവിക മേന്മയിലേക്ക് ഉയർത്താൻ നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ നീ നന്മയുടെ പൂർണ്ണതയിലല്ല. നിനക്ക് നന്മയിൽ ജീവിക്കാൻ ആഗ്രഹമുണ്ട്, അത് സത്യമാണ്. കാരണം നിന്നെ സൃഷ്ടിച്ചത് നന്മ തന്നെയായ ദൈവമാണ്. നിന്റെ ജീവിതത്തിലുള്ള നന്മകളുണ്ടല്ലോ, നല്ലത് എന്ന് നീ ചിന്തിക്കുന്നത്, എനിക്ക് പണമുണ്ട്, സൗകര്യമുണ്ട്, വീടുണ്ട്, വാഹനമുണ്ട്, പ്രശസ്തിയുണ്ട്, ജോലിയുണ്ട്, എല്ലാ കഴിവുകളുണ്ട്, സ്നേഹിതരുണ്ട്, നല്ലത് തന്നെ, എല്ലാം നല്ലത് തന്നെ. എന്നാൽ ഈ നന്മകളെ ദൈവിക മേന്മകളാക്കി കാണാൻ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ ആത്മീയ സ്വാതന്ത്ര്യത്തിൽ നീ പരാജിതനാണ്. നിന്റെ ജീവിത നന്മകളെ ദൈവിക മേന്മയിലേക്ക് ഉയർത്താൻ നീ പ്രാർത്ഥിക്കണം, നീ പരിശ്രമിക്കണം. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. മനുഷ്യ ജീവിതം കൊണ്ട് ലോകത്തിന് അടയാളം നൽകാനാണ് യേശു ആഗ്രഹിക്കുന്നത്. അതിനാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. മനുഷ്യ ജീവിതം കൊണ്ട് ലോകത്തിന് അടയാളം കൊടുക്കണം. ലോകം നമ്മെ നോക്കുമ്പോൾ പറയണം, യേശു എന്ന ദൈവമുണ്ട്, ആ ദൈവമാണ് ഏക ദൈവം. എന്നെ കണ്ടിട്ട് ലോകത്തിലുള്ളവർ പറയണം, ഈ മകൾ യേശുവിൻ്റേതാണ്, ഈ മകൻ യേശുവിൻ്റേതാണ്. അങ്ങനെ നീ ജീവിക്കുമ്പോൾ ലോകത്തിന് നീ അടയാളമാകുകയാണ്. പരസ്നേഹത്തിലൂടെ, കാരുണ്യ പ്രവൃത്തികളിലൂടെ എല്ലാം ഈ ജീവിത നന്മകളെ ദൈവിക മേന്മകളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിനാൽ മക്കളെ, മാനസാന്തരത്തിൻ്റെ വഴികളെ സ്വീകരിക്കൂ. സിംഹത്തിൻ്റെ വായിൽ നിന്നും എന്ന പോലെ സാത്താൻ്റെ വായിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ വന്നിരിക്കുന്ന ഈ അമ്മയെ ശ്രവിക്കുവാനും ആഹ്വാനങ്ങൾ സ്വീകരിക്കുവാനും നിങ്ങൾ തയ്യാറാകുക. ദൈവരാജ്യം നിങ്ങളുടെ മധ്യേയുണ്ട്. അത് അവിടെയുണ്ട് ഇവിടെയുണ്ടെന്നല്ല പറഞ്ഞത്,
നിങ്ങളുടെ മധ്യേയുണ്ട്, നിങ്ങളിലുണ്ട്. അപ്പോൾ ദൈവരാജ്യം നമ്മുടെ മധ്യേയുണ്ട്, നമുക്കതിലേക്ക് പ്രവേശിക്കാം. അതിൻ്റെ വാതിലുകൾ നമ്മൾക്ക് നേരെയാണ് തുറന്നിട്ടിരിക്കുന്നത്. അത് ആ വാതിൽ ഏതാണെന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ ദൗത്യം. നമുക്ക് മുൻപിൽ ലോകത്ത് ഒരുപാട് വാതിലുകൾ തുറന്നിട്ടിട്ടുണ്ട്. എന്നാൽ ദൈവം തുറന്നിട്ടിരിക്കുന്ന ദൈവരാജ്യത്തിൻ്റെ വാതിൽ ഏതാണ്? ആ രാജ്യത്തിൻ്റെ അവകാശിയാണ് പ്രിയ ക്രിസ്ത്യാനി നീ. കർത്താവിൻ്റെ പ്രിയപ്പെട്ട മകനാണ്, മകളാണ്. അപ്പോൾ ദൈവരാജ്യത്തിന്, സ്വർഗരാജ്യത്തിന് അവകാശിയാണ്. ദൈവരാജ്യമാണ് ഇപ്പോൾ നമ്മുടെ മധ്യേയുള്ളത്. അതിൽ ജീവിക്കുന്നവരാണ് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. ശുദ്ധീകരണത്തിൻ്റെയും മഹാപീഡനത്തിൻ്റെയും ഈ അന്തിമവേളയിൽ സ്വർഗം ഭൂമിയുമായി സംയോജിക്കപ്പെട്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ ദൈവികമായി രൂപീകരിക്കപ്പെട്ട സൈനിക നിരയിൽ പങ്കുകാരായി മക്കളെ മുന്നേറുക. സകല പുണ്യവാന്മാരുടെയും ഐക്യം പകർന്നു നൽകുന്ന ആനന്ദത്തിൽ പങ്കാളികളാകുവാൻ നിങ്ങളേവരെയും ഈ അമ്മ ക്ഷണിക്കുന്നു. സകല പുണ്യവാന്മാരുടെയും ഐക്യത്തിലേക്ക് പരിശുദ്ധ അമ്മ നമ്മെ ക്ഷണിക്കുന്നു. വിശ്വാസ പ്രമാണം ഏറ്റുപറയുമ്പോൾ നമ്മൾ പറയാറില്ലേ, പുണ്യവാന്മാരുടെ ഐക്യത്തിലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട് അല്ലേ? ആ പുണ്യവാന്മാരുടെ ഐക്യത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ പുണ്യവാനും പുണ്യവതിയും ആകാനുള്ള വിളി നമ്മൾക്കുണ്ട്. അത് നമുക്ക് സ്ഥിരീകരിച്ചെടുക്കേണ്ടത് ഈ ദൈവരാജ്യത്തിൽ ജീവിച്ചുകൊണ്ടാണ്, ലോകരാജ്യത്തിൽ ജീവിച്ചിട്ടല്ല. പരീക്ഷണങ്ങളെ അതിജീവിക്കുവാനുള്ള ശക്തിയും ധൈര്യവും ഈ അമ്മ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. പിന്നെ എന്തിനാ നമ്മൾ പേടിക്കേണ്ടത്? അമ്മയുണ്ട് കൂടെ. മക്കൾക്ക് ഒരു തരത്തിലുള്ള ഒരു അസ്വസ്ഥതകളും ഇല്ലാതെ മുന്നോട്ട് നയിക്കാൻ നമ്മൾ ആ അമ്മയെ കൂട്ടുപിടിച്ചാൽ മതി. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സൃഷ്ടാവായ യേശുവിൽ അഭയം പ്രാപിക്കുക, വളരുക. അവൻ തുറന്നത് ആരും അടച്ചിട്ടില്ല, അവൻ അടച്ചത് ആരും തുറന്നിട്ടുമില്ല. അതുകൊണ്ട് മക്കളെ, നരകസർപ്പത്തിൻ്റെ തല തകർത്ത് നരകവാതിലുകൾ എന്നേക്കുമായി അടച്ച് നിങ്ങൾക്ക് സ്വർഗീയ സ്വാതന്ത്ര്യം നേടിത്തരാൻ ഈ അമ്മയോടൊപ്പം വിശ്വാസത്തോടെ വചനത്തിൽ ആഴ്ന്നിറങ്ങിയ ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് ജീവിക്കുക. വിശ്വാസത്തിൽ ആഴ്ന്നിറങ്ങിയ, വചനത്തിൽ ആഴ്ന്നിറങ്ങിയ ജീവിതത്തിൻ്റെ ഉടമകളായിട്ട് നമ്മൾ മുന്നേറണം. ഈ വചനത്തിൽ ആഴ്ന്നിറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ? വചനം ദൈവം തന്നെയാണ്, യേശു തന്നെയാണ്. ആ യേശുവിൻ്റെ ജീവിതത്തോട് താതാത്മ്യപ്പെട്ട് ജീവിക്കുക. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ അമ്മ പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യം. ഈ ലോകത്ത് വചനം പകർന്നു തരാൻ അല്ലെങ്കിൽ നന്മ പറഞ്ഞു തരാൻ ഒക്കെ ഒത്തിരി ദൈവമക്കളുണ്ട്. നമുക്കൊരു സങ്കടം വരുമ്പോൾ നമ്മെ കേൾക്കാൻ ആൾക്കാരുണ്ട്. നമുക്കൊരു ബലഹീനത വരുമ്പോൾ, കുറവുകൾ വരുമ്പോൾ അതൊക്കെ മനസ്സിലാക്കി തരാൻ സഭാ സംവിധാനങ്ങളുണ്ട്, കൂദാശകളുണ്ട്, എല്ലാം ഉണ്ട്. ആരൊക്കെ നമ്മോട് എന്തു പറഞ്ഞാലും അവരൊക്കെ സംസാരിക്കുമ്പോൾ നമുക്കൊരു നന്മയുടെ വെളിച്ചം കിട്ടുമെങ്കിലും ഒരു ശക്തി, അത് പ്രവർത്തിക്കുന്ന ഒരു ശക്തിയായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ യേശുവിൽ ആശ്രയിക്കണം. മനുഷ്യർക്ക് നമുക്ക് നന്മ പകർന്നു തരാൻ പറ്റും, പക്ഷെ പകർന്നു ലഭിച്ച നന്മ ജീവിക്കാനായിട്ട് ശക്തി വേണ്ടേ, കൃപ വേണ്ടേ? അത് പരിശുദ്ധാത്മ ശക്തിയാണ്. അത് സ്വീകരിക്കേണ്ടത് ദൈവത്തിൽ നിന്നാണ്. മനുഷ്യരിലൂടെ ദൈവം നമ്മെ ദൈവത്തിലേക്ക് ചൂണ്ടുവിരലായിട്ട് നയിക്കും. പക്ഷെ ഒരു വ്യക്തിക്കും ദൈവമാകാൻ പറ്റില്ല, ഒരു മനുഷ്യ വ്യക്തിക്കും ദൈവമാകാൻ പറ്റില്ല. അത് ദൈവമായ യേശുവിന് മാത്രമേ പറ്റൂ. ദൈവം മനുഷ്യനായി, മനുഷ്യന് ദൈവമാകാൻ പറ്റില്ല. ദൈവമാണെന്നൊക്കെ പറഞ്ഞ് ഈ ലോകത്ത് കുറെ മനുഷ്യ ദൈവങ്ങളുണ്ട്. അത് ദൈവങ്ങളല്ലെന്ന് നമുക്കെല്ലാവർക്കും അറിയാം, എല്ലാ മനുഷ്യർക്കും അറിയാം. പക്ഷെ മൂഢത പിടിച്ച്, നേരത്തെ പറഞ്ഞതുപോലെ നിസ്സംഗതയുടെ മൂടുപടത്തിലായിരിക്കുന്നവർക്ക് കുറേ മനുഷ്യരെ ദൈവങ്ങളായി പൂജിച്ച് ആരാധിച്ച് നടക്കുന്ന ഒരു സ്വഭാവ രീതിയൊക്കെ ഈ ലോകത്തുണ്ട്. മനുഷ്യ ദൈവങ്ങളെ ദൈവങ്ങളായി കാണരുത്, അത് മനുഷ്യനല്ല. നിന്റെ ജീവിതത്തിൽ ഒരു നന്മയും തരാനായിട്ട്, നന്മയുടെ വെളിച്ചം നന്മകൾ ഉള്ളവർ പറഞ്ഞു തരുമായിരിക്കാം, പക്ഷെ നന്മയായി നിറയാൻ ദൈവത്തിന് മാത്രമേ പറ്റൂ.
അതുകൊണ്ട് യേശുവിൽ നിന്റെ ദൃഷ്ടി ഉറപ്പിക്കുക. നീ എത്ര നന്മയുള്ളവരാണെന്ന് പറഞ്ഞാലും ഒരിക്കലും അവർ പറയുന്നത് നന്മയാണെങ്കിൽ പോലും നന്മ സ്വീകരിക്കാം, പക്ഷെ അവരെ ദൈവമായിട്ട് ആരാധിക്കരുത്. ഇത് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. ഒരിക്കൽ കുറേ ദൈവമക്കൾ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. കുറേ ദൈവമക്കൾ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മുട്ടുസൂചി ഇടാൻ സ്ഥലമില്ലാത്ത അത്രയും ദൈവമക്കൾ ഇവിടെ പ്രാർത്ഥിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പാലക്കാട് രൂപതയുടെ യുവക്ഷേത്ര എന്ന് പറയുന്ന ഒരു സെൻറ്ററിൽ മരിയൻ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങോട്ട് പോകാൻ റെഡിയായി ഇറങ്ങുന്ന സമയത്ത് നല്ല തിരക്ക് വന്നു. അപ്പോൾ വന്നവരോട് 2 വാക്ക് മിണ്ടിയിട്ട് പോകാൻ അവർ നിർബന്ധിച്ചപ്പം പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഈശോയെക്കുറിച്ച് 2 വാക്ക് പറയാൻ വേണ്ടി ഞാൻ അവരുടെ മുൻപിൽ നിന്നു. പക്ഷെ ഞാൻ നിൽക്കുന്നെങ്കിൽ എൻ്റെ ചുറ്റും ആൾക്കാരുണ്ട്. ചുറ്റെന്ന് പറഞ്ഞാൽ എനിക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇവിടെ ദൈവജനമുണ്ട്. ഞാൻ അവരോട് അനുഭവം പറഞ്ഞു, ഈശോയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്ത് എൻ്റെ കാലിൽ പെട്ടെന്ന് ഭയങ്കര വേദന വന്നു. അപ്പം ഞാൻ കാല് പുറകോട്ട് വലിച്ചു. ഞാൻ ഓർത്തത് അന്ന് ഈ ചാപ്പലില്ല കേട്ടോ, അപ്പുറത്ത് ആ കൊച്ചു ഭവനത്തിലാണ് പ്രാർത്ഥന നടക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ഥലം അന്ന് തൊഴുത്തായിരുന്നു. ഇവിടെയും ജനങ്ങളുണ്ട്, അകത്തും പുറത്തൊക്കെ ജനങ്ങളുണ്ട്. ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് വല്ല പഴുതാര വന്നോ എന്ന് ഓർത്ത്, എൻ്റെ കാലിൽ വല്ലതും കടിച്ചതാണോ എന്ന് ഓർത്ത് ഞാൻ പെട്ടെന്ന് കാല് വലിച്ചു. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് വീണ്ടും ബാക്കി പറയാനുള്ളത് പറഞ്ഞ് പെട്ടെന്ന് എനിക്ക് പോകണം, യുവക്ഷേത്രയിൽ ധ്യാനം നടക്കുക. ഞാൻ ഇറങ്ങി ഞാൻ വാഹനത്തിൽ കയറിയപ്പോൾ എൻ്റെ കാലിൽ നിന്ന് രക്തം വരുന്നുണ്ട്, നല്ല പെയിനുണ്ടായിരുന്നു. അപ്പം ഞാൻ വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് കാല് കഴുകാൻ പൈപ്പിനടുത്തേക്ക് വന്നപ്പോൾ എൻ്റെ നഖവും അല്പം തൊലിയോട് കൂടെ ഇങ്ങനെ മുറിഞ്ഞിരിക്കുന്നു, ബ്ലേഡ് വെച്ച് മുറിച്ചതുപോലെ. അപ്പം ഞാൻ വിചാരിച്ചു എന്നെയോ വേറെ ഒന്നും കടിച്ചതല്ല, എന്തോ ആരോ മുറിച്ചതുപോലെ ഉണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ദൈവജനത്തിൻ്റെ ഇടയിലേക്ക് വന്നിട്ട് ചോദിച്ചു, ഇതിൽ ആരെങ്കിലും എൻ്റെ കാലിൽ ബ്ലേഡ് വെച്ച് അങ്ങനെ മുറിച്ചായിരുന്നോ? എൻ്റെ സാരിയുടെ അടിഭാഗത്തൊക്കെ ബ്ലഡ് ഉണ്ട്. അപ്പോൾ ആരും ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ ഒരു സഹോദരി വന്നിട്ട് എൻ്റെ നഖത്തിൻ്റെ ചെറിയൊരു പീസ് കൊണ്ട് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദരി തിരുശേഷിപ്പായിട്ട് മുറിച്ചെടുത്തതാന്ന്. എന്തോ ഒരു അബദ്ധമാണ് കാണിച്ചത് അല്ലേ. ഞാൻ വിശുദ്ധിയൊന്നുമല്ല, ഞാൻ ദൈവമല്ല. സഹോദരി എന്നോട് പറഞ്ഞ വാക്കാണ് എനിക്ക് വിഷമമായത്. ഞാൻ ദൈവത്തെ പോലെ ആരാധിക്കുന്നു സഹോദരിയെ, അതുകൊണ്ട് ഞാൻ അറിയാതെ മുറിച്ചെടുക്കാമെന്ന് കരുതി ഒരു ചെറിയൊരു പീസ് നഖം മുറിച്ചതാണ്. അപ്പം ഇച്ചിരി തൊലി കൂടെ പോന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പലപ്പോഴും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. സാരിയുടെ തലപ്പൊക്കെ മുറിച്ചെടുത്ത്, മുടി മുറിച്ചെടുത്തൊക്കെ കൊണ്ടുപോയവരുണ്ട്. നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നേ? മനുഷ്യരിലെ ദൈവത്തെ കാണണം, ദൈവമായി മനുഷ്യരെ കാണരുത്. അത് വലിയ തിന്മയാണ്, അത് വിഗ്രഹാരാധനയാണ്. ഇവിടെ വരുന്ന പലരോടും ഞാൻ പറയാറുണ്ട്, എന്തെങ്കിലും പ്രാർത്ഥിച്ചിട്ട് ആ കല്യാണം നടത്തണോ, ഈ കല്യാണം നടത്തണോ, ദുബായിക്ക് പോകണോ വേണ്ടയോ, വേഗം ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞേ എന്ന് പലരും പറയാറുണ്ട്. ഞാൻ പറയും, ഞാൻ ദൈവമല്ല, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളൊരു നിയോഗം പറഞ്ഞാൽ, എൻ്റെ ഈ ശരീരത്തിലെ ശ്വാസം ഉണ്ടെങ്കിൽ, എനിക്ക് ജീവനുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ എളിമയോടെ പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥന കേട്ട് അനുഗ്രഹം തരേണ്ടത് ഈശോ ആണ്, ഞാനല്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കും. മനുഷ്യർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, പലതരത്തിൽ സഹായിക്കാൻ പറ്റും. പക്ഷേ ദൈവമായിട്ട് പ്രവർത്തിക്കാൻ അത് പറ്റില്ല. അത് അന്ധതയാണ്. അത് നിസ്സംഗതയുടെ മൂടുപടം ധരിച്ച് സ്വയം ദൈവങ്ങളായി അവതരിച്ചുകൊണ്ട് ലോകത്ത് ജീവിക്കുന്ന ആരെയും ഒരുത്തരെയും നമ്മൾ വിശ്വസിക്കരുത്. ദൈവങ്ങളായി മനുഷ്യരെ കാണരുത്. മനുഷ്യരിൽ ദൈവത്തെ കാണാം നന്മയുണ്ടെങ്കിൽ, ദൈവമായി മനുഷ്യനെ കാണരുത്. ഞാനത് ഓർത്തപ്പോൾ പറഞ്ഞെന്നേ ഉള്ളൂ. പറഞ്ഞു വന്നത് കൊണ്ട് പറയാം. ഇവിടെ വന്നിട്ട് പലരും വാശി പിടിക്കാറുണ്ട്, ശാഠ്യം പിടിക്കാറുണ്ട്. റാണിയെ കണ്ടാൽ മതി, റാണി ഒന്ന് തൊട്ടാൽ മതി, റാണി ഒന്ന് ചിരിച്ചാൽ മതി. പ്രിയപ്പെട്ട ഈശോയുടെ മക്കളെ, പലപ്പോഴും ഒരുപക്ഷെ ഞാൻ നിങ്ങളുടെ സ്ഥാനത്താണെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ. പക്ഷെ പലപ്പോഴും നമ്മൾ ആ ചെയ്യുന്നതും ആഗ്രഹിക്കുന്നതും അത് വേണ്ടാത്തതാണ്. ഞാൻ ദൈവമല്ല. നിങ്ങളിവിടെ ഒരു പേപ്പറിൽ എഴുതിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗം എഴുതിയിട്ട് പോയാലും ആ പേപ്പർ കഷ്ണം എടുത്ത് ദിവികാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇവിടെ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരിക്കും. മനുഷ്യരെ ദൈവങ്ങളായി കാണരുത്.
നമ്മൾക്ക് മനുഷ്യരിൽ ദൈവത്തെ കാണാൻ മാത്രമേ സാധിക്കാവൂ. ഞാൻ കൂടുതൽ പറഞ്ഞാൽ ഇനിയും കൂടി പറഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ പറയുക, നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഞാൻ നിങ്ങളിൽ ഒരുവളാണ്. ഞാൻ ഇവിടെ നിന്ന് പരിശുദ്ധ അമ്മ തന്ന ഈ സന്ദേശമൊക്കെ പറയുന്നു എന്ന് കരുതി ഞാൻ പരിശുദ്ധ കന്യകാമറിയം അല്ല, ഒരു ചെറിയ ഉപകരണം. അമ്മയും ഈശോയും ആഗ്രഹിക്കുന്നത് പോലെ വളരാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ പൈതലാണ് ഞാൻ എവിടെയും എത്തിയിട്ടില്ല. അതുകൊണ്ട് എളിമയോടെ പറയാ, ആരും റാണിയെ കാണാൻ കഞ്ചിക്കോട് വരരുത്. പരിശുദ്ധ അമ്മയും ഈശോയും സന്ദർശിച്ച ഒരു ഇടമാണ് ഇത് എന്ന് വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ സഭ നമ്മെ അനുവദിച്ചിട്ടുണ്ട്. അഭിവന്യ പിതാവും ഇടവക വൈദികനൊന്നും പ്രാർത്ഥിക്കാൻ വരുന്ന മക്കളെ തടയണമെന്ന് ഞങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി സഭയുടെ ക്രമീകരണങ്ങൾ എന്താകുമെന്ന് എനിക്കറിയില്ല. എന്ത് തന്നെയാണെങ്കിലും പ്രാർത്ഥനയേക്കാൾ വലിയൊരു ആത്മീയ ബന്ധമില്ല. ഞാൻ മരിക്കും വരെയും ഈ ലോകത്ത് വെച്ചും മരിച്ചതിന് ശേഷം ഈശോയുടെ അരികിലിരുന്നും പ്രാർത്ഥിക്കും. നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ യാചനകളുടെയും പാപപ്രായശ്ചിത്തത്തിൻ്റെയും ശക്തമായ നിലവിളി ഉയർത്തുക. പുത്രൻ്റെ ദിവ്യഹൃദയത്തിൽ നിന്ന് കാരുണ്യത്തിൻ്റെ നീരുറവ ലോകത്തിന്മേൽ പ്രവഹിക്കാൻ പ്രാർത്ഥിക്കുക. ഇങ്ങനെ വീണ്ടും വീണ്ടും ഈശോ പറയുമ്പോൾ, പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഈശോ തന്നെയാണ് പരിശുദ്ധ അമ്മയും പറയുന്നത്. അപ്പം എന്താ ഇങ്ങനെ ഇത്രയ്ക്ക് മാഹാത്മ്യം ഈ പ്രാർത്ഥനയ്ക്ക്? പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പ്രാർത്ഥനയിൽ ദൈവസമക്ഷം മുട്ടുകുത്തുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിൻ്റെ മുൻപിൽ ദൈവിക കൃപയോടെ നട്ടെല്ലോടെ നിവർന്നു നിൽക്കാൻ കഴിയും. എന്തൊക്കെ പ്രലോഭനങ്ങൾ ഉണ്ടായാലും, എന്തൊക്കെ തിന്മ ലോകത്ത് സംഭവിച്ചാലും, നീ ദൈവകൃപയുള്ള ഒരു പൈതലായിട്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ ദൈവത്തിൻ്റെ തിരുമുൻപിൽ മുട്ടുകുത്തും. നീ ഒന്നുമല്ല എന്ന് ദൈവസന്നിധിയിൽ സറണ്ടർ ചെയ്ത് നീ പ്രാർത്ഥിക്കും. കർത്താവേ, ഒന്നുമല്ലാത്ത എന്നെ ലോകത്തിൽ നിന്റെ ഒരു സാക്ഷിയാക്കണേ എന്ന് നീ ആഗ്രഹിക്കും. അപ്പോൾ നിനക്ക് ലോകസമക്ഷം നട്ടെല്ലോടെ നിൽക്കാം, ദൈവത്തിൻ്റെ തിരുമുൻപിൽ മുട്ടുകുത്തുമ്പോൾ. അതാണ് പ്രാർത്ഥന. ദൈവസന്നിധിയിൽ എളിമയോടെയും ലോകത്തിൻ്റെ മുൻപിൽ ദൈവിക എളിമയോടെ ദൈവ നന്മയിൽ വ്യാപരിക്കുക. അപ്പൊ ദൈവവുമായിട്ടുള്ള നിന്റെ ആ കണക്ഷൻ ഉണ്ടല്ലോ, അതിനെ പ്രാർത്ഥന എന്ന് പറയും. പ്രാർത്ഥനയിലൂടെ നാം സ്വർഗത്തിലേക്കല്ലേ നോക്കുന്നത്? അതെ, സ്വർഗത്തിലേക്കായിരിക്കണം നോക്കേണ്ടത്. ആ ചിന്തയില്ലാത്തപ്പോഴാണ് പല വിചാരങ്ങൾ നമുക്ക് മുൻപിൽ എപ്പോഴും വരുന്നത്. പ്രാർത്ഥിക്കുമ്പോൾ പലരും പറയാറുണ്ട്, എനിക്കുണ്ടായിട്ടുണ്ട്, ഉണ്ടാകാറുണ്ട് പല വിചാരങ്ങൾ. ഈ പല വിചാരങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാ? ദൈവം എന്ന ഏക വിചാരത്തെ നമ്മിലേക്ക് നമ്മൾ കൊണ്ടുവരാത്തത് കൊണ്ട്. ദൈവത്തിൻ്റെ മുൻപിലാണ് ഞാൻ ഇരിക്കുന്നതെന്ന് ബോധ്യമുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിക്കുമോ? ഒരു പ്രൈം മിനിസ്റ്റർ നമ്മളെ കാണാൻ വിളിച്ചിരിക്കുക, ഒരു ഇൻ്റർവ്യൂ നടക്കുക. അങ്ങനെ ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് പ്രൈം മിനിസ്റ്ററിൻ്റെ മുൻപിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ചിന്തിക്കുമോ? ഒരുപക്ഷെ ഒരു നിവേദനം സമർപ്പിക്കാനൊക്കെ നമുക്ക് ആഗ്രഹം ഉണ്ടാവും. അതിനു വേണ്ടിയായിരിക്കും നമ്മൾ ചെന്നിട്ടുള്ളതും, നമുക്ക് അതിനുള്ള പെർമിഷൻ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ പ്രധാനമന്ത്രി എങ്ങോട്ടെങ്കിലും നോക്കിയിരിക്കട്ടെ, ഞാൻ എങ്ങോട്ടെങ്കിലും നോക്കിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിരുന്നാലോ നമ്മൾ ചെന്ന കാര്യം നടക്കില്ല. അതുപോലെ ഒരു ഉദാഹരണം പറഞ്ഞെന്നേ ഉള്ളൂ. സൃഷ്ടാവായ ദൈവത്തെ നീ ഓർക്കുന്നു, ദൈവം നിന്നെ നോക്കുന്നു. എന്തൊരു ലാളിത്യം നിറഞ്ഞൊരു സംഭവ പ്രാർത്ഥന. അത് വാക്കിലും നാക്കിലും പ്രകടിപ്പിക്കേണ്ടതല്ല, മനസ്സും തമ്മിലുള്ള ആ ഒരു ചേർച്ചയുണ്ടല്ലോ, ആ ഒരു ഇൻറ്റിമസി, അതായിരിക്കണം പ്രാർത്ഥന. നിനക്ക് പ്രാർത്ഥനയുണ്ടോ? നീ സ്വർഗത്തിൽ നോക്കിയാണോ ജീവിക്കുന്നേ? ലോകത്തിൻ്റെ കഷ്ടതകൾ നിന്നെ അടിമപ്പെടുത്തില്ല. അപ്പോൾ നിനക്കൊരു സന്തോഷം, നിനക്കൊരു ഊർജം ഉണ്ടാവും കുഞ്ഞേ. നമുക്കതുണ്ടാകും. അനുഭവിച്ചത് കൊണ്ട് പറയാ, നമുക്ക് പ്രാർത്ഥിച്ച് മുന്നേറാം. യേശുവിൻ്റെ ഹൃദയത്തിൽ നിന്നും വറ്റാത്തൊരു കരുണയുടെ ഉറവ ലോകത്തിലേക്ക് പ്രവഹിക്കാൻ നീ പ്രാർത്ഥിക്കണം. അത് വറ്റാതെ വരളാതെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് തടസ്സമായിട്ട് ആ പ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന ലോകമക്കളുടെ ചിന്താഗതികളെ തിരിച്ചറിയുന്ന നിനക്ക്, ഈ ലോകത്തിൽ ജീവിക്കുന്ന നിനക്ക്
ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും. കർത്താവേ, അവിടുത്തെ കരുണയുടെ ഉറവ വറ്റാതെ വരളാതെ ലോകത്തിലേക്ക് പ്രവഹിക്കണമേ. അതിന് ഞാൻ തടസ്സമാണോ? എൻ്റെ ജീവിത ക്രമങ്ങൾ തടസ്സമാണോ? എൻ്റെ കുടുംബം തടസ്സമാണോ? എൻ്റെ വ്യക്തിബന്ധങ്ങൾ തടസ്സമാണോ? സമൂഹം തടസ്സമാണോ? സഭയിലെ പല അനൈക്യങ്ങളും തടസ്സമാണോ? ലോകത്തിൻ്റെ ചില ചിന്താഗതികൾ തടസ്സമാണോ? ഇതൊക്കെ അറിയാം നിനക്ക്, ദൈവത്തിനും അറിയാം. അപ്പോൾ ദൈവത്തോട് ഇതറിയാവുന്ന ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ യാചനയാണ് പ്രാർത്ഥന. പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ പ്രവർത്തനം വഴി ലോകം മുഴുവനും നവീകരിക്കപ്പെട്ട് ദൈവത്തിൻ്റെ മഹത്വം പ്രകാശിക്കാൻ ദാഹിക്കുക. ജപമാല റാണിയായ ഈ അമ്മ സ്വർഗീയ സമാധാനം നിങ്ങൾക്ക് ആശംസിക്കുന്നു. സ്വർഗത്തിൻ്റെ സമാധാനം പരിശുദ്ധ അമ്മ നമുക്ക് ആശംസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഈശോയെ നമുക്ക് നൽകുന്നു. അവൻ നമ്മുടെ സമാധാനമാണ്. തുടർന്നും 35-ാമത്തെ സന്ദേശം 1999 ഡിസംബർ 8 പരിശുദ്ധ അമ്മ പറഞ്ഞു, എൻ്റെ പ്രിയ മക്കളെ, ഇന്നേ ദിവസം എൻ്റെ വിമലമായ ഉടയാട ഭൂമി മുഴുവനിലും ഞാൻ വിരിക്കുന്നു. എന്നാൽ എൻ്റെ ഉടയാടയുടെ സൗന്ദര്യവും വിശുദ്ധിയും സംരക്ഷണവും സ്വീകരിക്കാൻ ഭൂമിയിലെ ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കായികയാൽ അഖിലം സൗന്ദര്യമായ നിങ്ങളുടെ അമ്മ അതീവ ദുഃഖിതയാണെന്ന് അറിയുക. അമ്മയ്ക്ക് സങ്കടമുണ്ടെന്ന് അമ്മ മക്കളോട് പറയുക. അമ്മ എന്താ പറയുന്നേ? എൻ്റെ വിമലമായ ഉടയാട ഭൂമി മുഴുവനിലും ഞാൻ വിരിക്കുന്നു. വിമലമായ, വിശുദ്ധമായ, പരിശുദ്ധമായ അമ്മയുടെ ഉടയാട. എന്താ അമ്മയുടെ ഉടയാട? ഈശോ ആണ്. നീതിസൂര്യനെ ഉടയാടയാക്കിയവളല്ലേ അവൾ. വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന സർപ്പത്തിൻ്റെ തലയെ തകർത്ത കന്യക, അവളാണ് പരിശുദ്ധ കന്യകാമറിയം, നമ്മുടെ അമ്മ. ആ അമ്മ പറയുന്നു, എൻ്റെ വിമലമായ ഉടയാട ഈ ലോകത്തിൽ വിരിച്ചിട്ടിരിക്കുക. ഈശോയെ വിരിച്ചു തന്നിരിക്കുന്നു, നിറച്ചു തന്നിരിക്കുന്നു. എവിടെ? മാലിന്യ കൂമ്പാരമായ ഈ ലോകത്ത്. അമ്മയ്ക്ക് എന്തോ സ്നേഹം ഉണ്ടായിരിക്കും നമുക്ക് വീണ്ടും വീണ്ടും ഇത് പറഞ്ഞു തരാൻ. അമ്മ എന്നിട്ട് പറയാ, ഞാൻ ദുഃഖിതയാണ് മക്കളെ. കാരണം പരിശുദ്ധ അമ്മയുടെ സൗന്ദര്യം യേശുവാണ്. ആ സൗന്ദര്യവും വിശുദ്ധിയും സംരക്ഷണവും സ്വീകരിക്കാൻ ഭൂമിയിലെ ഇന്നത്തെ തലമുറയ്ക്ക്, ഞാനും നിങ്ങളും പെടുന്ന തലമുറയ്ക്ക് സാധിക്കായികയാൽ അഖിലം സൗന്ദര്യമായ നിങ്ങളുടെ അമ്മ അതീവ ദുഃഖിതയാണ്. അഖിലം സൗന്ദര്യമായ അമ്മ ദുഃഖിതയാണെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളല്ലേ ആ ദുഃഖം കൊടുക്കുന്നേ? അമ്മയുടെ വിമലമായ ഉടയാട ഈശോ ആണ്. നമ്മൾ മനസ്സിലാക്കി, ആ ഉടയാട എന്ന് പറയുന്നത് ഈശോ ആണെങ്കിൽ ആ ഈശോ അമ്മയുടെ ഹൃദയത്തിലാണ്. ആ ഹൃദയം വിരിച്ചിടുമ്പോൾ നമ്മൾ ചെയ്തു കൂട്ടുന്ന പാപത്തിൻ്റെ പുഴുക്കുത്ത് അമ്മയുടെ ശരീരത്തിൽ, അമ്മയുടെ വിമല ഹൃദയത്തിൽ ഏൽക്കുന്നുണ്ട്. അമ്മയുടെ ഹൃദയത്തിൽ മക്കൾ കത്തി കൊണ്ട് കുത്തുന്നത് പോലെ കുത്തുമ്പോൾ, പാപം കൊണ്ട് കുത്തുമ്പോൾ അമ്മയ്ക്ക് വേദനിക്കുന്നു എന്നാണ് അമ്മ ആലങ്കാരികമായിട്ടാണെങ്കിലും ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. അമ്മ അതീവ ദുഃഖിതയാണ്. അമ്മയുടെ മക്കളോ സന്തുഷ്ടരാണോ? ഒരമ്മ ദുഃഖിതയാണെങ്കിൽ മക്കൾക്ക് സന്തോഷിക്കാൻ പറ്റുമോ? പരിശുദ്ധ അമ്മയോട് സ്നേഹമുള്ള മക്കൾക്ക് അതിന് പറ്റില്ല. അതുകൊണ്ട് അമ്മയുടെ ദുഃഖം മാറ്റാൻ നമ്മൾ നല്ലവരാകണം. ഉത്ഭവ പാപത്തിൽ നിന്ന് പോലും ഒഴിവാക്കപ്പെട്ട ഞാൻ എൻ്റെ ആത്മാവിനെ പൂർണ്ണമായും ദൈവിക ജീവനിൽ നിലനിർത്താൻ ത്യാഗത്തോടെ, പ്രാർത്ഥനയോടെ ശ്രമിച്ചു ജീവിച്ചു. അമ്മ ജീവിച്ച വഴി മക്കൾക്ക് പറഞ്ഞു തരികയാണ്. ഉത്ഭവ പാപത്തിൽ നിന്ന് പോലും ഒഴിവാക്കപ്പെട്ട ഞാൻ ഈ ഭൂമിയിലെ മക്കളെ ജീവിച്ചത്. നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകമുണ്ടല്ലോ, അവിടെയാ ഞാനും ജീവിച്ചതെന്ന് അമ്മ പറയുക മക്കളോട്. എന്നിട്ട് അമ്മ ജീവിച്ചത് നമ്മൾ ജീവിച്ചതുപോലെയാണോ? അല്ല. ദൈവിക ജീവനിൽ ആത്മാവിനെ പൂർണ്ണമായിട്ട് നിലനിർത്താൻ, ആത്മാവ് ദൈവിക ജീവനുമായിട്ടുള്ള ആ കണക്ഷൻ വിടാതെ നിൽക്കാൻ അമ്മ എങ്ങനെ ജീവിച്ചു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ത്യാഗത്തോടെ, പ്രാർത്ഥനയോടെ ശ്രമിച്ചു ജീവിച്ചു. ശ്രമകരമായിരുന്നു അമ്മയുടെ ജീവിതം. അത്രയ്ക്ക് ശ്രമിച്ചിട്ടാണ് അമ്മ അമലോത്ഭവയായി തന്നെ ഈ ലോകത്ത് ജീവിച്ചത്. പാപരഹിതയായി തന്നെ ഈ ലോകത്ത് ജീവിച്ചത്.
പാപം നിറഞ്ഞ ലോകത്ത് പാപരഹിതയായി ജീവിച്ച അമ്മയ്ക്ക് മാത്രമേ ജീവിതത്തിൽ ദൈവത്തിൻ്റെ മഹത്വം കൊണ്ടൊരു സ്തോത്രഗീതം പാടാൻ സാധിച്ചിട്ടുള്ളൂ. അമ്മ പറഞ്ഞില്ലേ, എൻ്റെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. അമ്മയുടെ ആത്മാവ് ദൈവത്തെ മഹത്വപ്പെടുത്തിയത് എങ്ങനെയാണ്? ത്യാഗം സഹിച്ച് തന്നിൽ നിക്ഷേപിച്ച ദൈവത്തിൻ്റെ ആത്മാവിനെ പൂർണ്ണമായിട്ടും ആ ദൈവീക ജീവനെ ദൈവവുമായി ഐക്യപ്പെടുത്തി ജീവിക്കാൻ അമ്മ ശ്രമിച്ചു, ത്യാഗത്തോട് ശ്രമിച്ചു. അമ്മ പറയുകയാണ്, എൻ്റെ മനസ്സിനെ ദൈവവചന പൂർത്തീകരണത്തിനായി തുറന്നു കൊടുത്തപ്പോൾ ദൈവിക ജ്ഞാനത്തിൻ്റെ ആത്മാവ് എന്നിൽ നിറഞ്ഞു കവിയുകയും എൻ്റെ ഹൃദയത്തെ പരിപൂർണമായി വാർത്തെടുക്കുകയും അമലപ്രകാശത്തിൻ്റെ നിഷ്കളങ്കമായ പരിശുദ്ധിയിൽ എൻ്റെ ശരീരം ആവരണം ചെയ്യപ്പെടുകയും ചെയ്തു. ഇത് നമ്മിലും സംഭവിക്കും. നമ്മൾ പരിശ്രമിക്കണം. ദൈവിക ജ്ഞാനത്തിൻ്റെ ആത്മാവിനായിട്ട്, ദൈവവചന പൂർത്തീകരണത്തിനായിട്ട് അമ്മയുടെ ആത്മാവ് തുറന്നു കൊടുത്തപ്പോൾ ആത്മാവിൻ്റെ പ്രവർത്തനം അമ്മയിൽ നിറഞ്ഞു കവിഞ്ഞു. ആ ഹൃദയത്തെ പരിപൂർണമായിട്ടും ദൈവം വാർത്തെടുത്തു. അമലപ്രകാശത്തിൻ്റെ കളങ്കമില്ലാത്ത പരിശുദ്ധിയുള്ള ശരീരം, ആ ശരീരത്താൽ അമ്മയെ ആവരണം ചെയ്തു. പ്രത്യേകമായിട്ടും ദൈവം സൃഷ്ടിക്ക് മുമ്പ് തന്നെ പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചുള്ള ഓർമ്മ ദൈവത്തിൻ്റെ ബുദ്ധിയിലുണ്ടായിരുന്നു, ചിന്തയിലുണ്ടായിരുന്നു, ദൈവത്തിലുണ്ടായിരുന്നു എന്നൊക്കെ ദൈവശാസ്ത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അതൊക്കെ കേട്ടു മനസ്സിലാക്കാതെയല്ലേ പോകുന്നേ. പരിശുദ്ധ അമ്മ ഈ ലോകത്ത് ജനിച്ച നിമിഷം മുതൽ ആ പരിപൂർണതയിലേക്ക്, ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് പരിശ്രമത്തോടെ തന്നെയാണ് ജീവിച്ചത്. ഒരു പ്രത്യേകമായ ആനുകൂല്യം അമലയാണ്, അമലോത്ഭവയാണ്. ആ അമലോത്ഭവത്വം മരണം വരെയും കൊണ്ടു നടക്കാനായിട്ട്, സൂക്ഷിക്കാനായിട്ട് അമ്മ സഹിച്ച ത്യാഗങ്ങൾ അനേകമാണ്. നിങ്ങൾക്കിതെല്ലാം അറിയാമെങ്കിലും അറിവുകേടിൻ്റെ സന്തതികളായിട്ട് തുടരുന്നു. അറിവില്ലാത്തതല്ല നമ്മുടെ കുറവ്, അറിവുകേടുള്ളതുമല്ല നമ്മുടെ കുറവ്. അറിവുണ്ട്. അറിവിനെ കഴിവായി കണ്ട് ആ കഴിവിനെ ദൈവിക നന്മയുടെ പൂർണ്ണതയിലേക്ക് വളർത്താതെ, കൃപയാക്കി മാറ്റാതെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് സഭയിലൂടെയൊക്കെ തന്നിട്ടുള്ള ഈ അറിവുകളെ നമ്മൾ കഴിവുകേടുകളാക്കി കൊണ്ടു നടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മക്കളെ, ക്രൂശിതനായി മരിച്ച ഈശോ, പുനരുത്ഥാനം ചെയ്ത ഈശോ കൂടുതൽ മഹത്വീകരിക്കപ്പെടാനുള്ള സമയം സമാഗതമായിരിക്കുന്നു. അമ്മ വീണ്ടും വീണ്ടും മുന്നറിയിപ്പ് നൽകുകയാണ്. സമയം സമാഗതമായിരിക്കുന്നു. കഴിഞ്ഞ സന്ദേശങ്ങളൊക്കെ കേട്ട പലരും ചോദിക്കുകയുണ്ടായി, സമയം സമാഗതമായി, ദ്വിതീയാഗമനം, പ്രത്യാഗമനം എന്ന് പറയുമ്പോൾ അത് ലോകാവസാനത്തിൻ്റെ അടയാളമാണോ? ദൈവം കർത്താവ് വീണ്ടും വരാറായോ? പരിശുദ്ധ അമ്മ മക്കളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവവചനത്തിൽ, തിരുലിഖിതത്തിൽ അത് ആലേഖനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ അമ്മയുടെ, പരിശുദ്ധ അമ്മയുടെ മക്കളായ നമ്മൾ, ഈശോയുടെ മക്കളായ നമ്മൾ ആ സമയത്തെക്കുറിച്ച് ആകുലപ്പെടേണ്ട കാര്യമില്ല. സമയം ദൈവത്തിന് മാത്രമേ അറിയൂ. അമ്മ പറയുന്നു അത് അടുത്തു വരുന്നു. നമ്മുടെ ചിന്താഗതിയിൽ അത് ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ അങ്ങനെയൊന്നുമല്ല. അത് അടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടയാളം ലോകം കാണിച്ചു തുടങ്ങി. അതിലേക്ക് അടുക്കാനുള്ള മനുഷ്യനാണ് അടയാളമില്ലാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് നേരത്തെ അമ്മ പറഞ്ഞത്, മക്കളെ നിങ്ങൾ ലോകത്തിന് അടയാളങ്ങളായിട്ട് മാറണം. എങ്ങനെയാണ് അത് മാറേണ്ടത്? വിശുദ്ധാത്മാക്കൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നീ നടക്കുന്ന വഴികൾ, നിന്റെ ജീവിത വഴി സുവിശേഷ പ്രഘോഷണമാക്കാതെ സുവിശേഷം പ്രഘോഷിക്കാൻ നീ നടന്നിട്ട് യാതൊരു കാര്യവുമില്ലെന്ന്. പലരും വചനം പഠിച്ചിട്ട് അവിടെ ഇവിടെയും പറഞ്ഞ് സംതൃപ്തരായി കഴിഞ്ഞാൽ ആ വഴിയിലാണ് നമ്മളെന്ന് പറയാൻ പറ്റില്ല. അതൊരു പരിശ്രമത്തിൻ്റെ ഭാഗമാണ്. നിരുത്സാഹപ്പെടുത്തുകയോ കുറ്റപ്പെടുത്തുകയോ അല്ല. അനേകം ദൈവമക്കള് ദൈവവചനം പഠിച്ചും പ്രഘോഷിച്ചും എന്ന് പറയുമ്പോൾ ഇതുപോലെ ഒരു ചാനലിലൂടെയോ അല്ലെങ്കിൽ മൈക്കെടുത്തൊക്കെ കൊണ്ടു നടന്ന് പ്രഘോഷണം മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ പ്രഘോഷിച്ച് ജീവിക്കുന്ന അനവധി മക്കളുണ്ട്. ത്യാഗം സഹിച്ച്, കഠിനമായി ഉപവസിച്ച്, ദൈവത്തോട് കൂടെയായിരിക്കാൻ ആഗ്രഹിച്ച്, ദിവ്യകാരുണ്യ സന്നിധിയിൽ
മാത്രം ജീവിച്ച് ദിവ്യകാരുണ്യത്തെ മാത്രം നോക്കി ജീവിക്കുന്ന വൈദികരുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അൽമായരുണ്ട്. എത്ര ത്യാഗം സഹിച്ച് ജീവിക്കുന്നവരാ. നമ്മളോടും നമ്മൾ എവിടെയായിരിക്കുന്നുവോ നമ്മളെ കൊണ്ട് ആവുന്ന ത്യാഗങ്ങൾ സഹിച്ച് ഉപവസിച്ച് ജീവിക്കുന്ന സാഹചര്യത്തിലെ നന്മകളെ സ്വീകരിച്ച് അമിത ആവേശമോ നമ്മുടെ ജീവിതത്തിൽ അമിതമായ ആസക്തികളോ ഇല്ലാതെ നന്മയിൽ ജീവിച്ച് മുന്നേറാൻ ഈശോ നമ്മോട് പരിശുദ്ധ അമ്മ വഴി ആവശ്യപ്പെടുന്നു. എൻ്റെ തിരുക്കുമാരൻ്റെ അതുല്യ സ്നേഹഭാചനങ്ങളായ നിങ്ങൾ ഏകരക്ഷകനായി അവനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. യേശുവിൽ ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന സാക്ഷികളുടെ കുറവുകളാണ് ഇന്നത്തെ അത്യാഹിതങ്ങളുടെ കാരണം. പരിശുദ്ധ അമ്മ പറയുന്നു, നമ്മൾ യേശുവിൻ്റെ അതുല്യമായ സ്നേഹഭാചനങ്ങളാണത്രേ. തുല്യതയില്ലാത്ത, വേറെ ഒന്നിനോടും സാമ്യപ്പെടുത്താൻ പറ്റാത്ത സ്നേഹഭാചനങ്ങളാണ് നമ്മളെന്നാണ് പരിശുദ്ധ അമ്മ പറയുന്നത്. സത്യമാണോ? സത്യമാണോ? അതെ, സത്യമാണ്. അതുകൊണ്ടല്ലേ ഈശോ നമ്മളെ വിട്ടുപിരിയാൻ ആഗ്രഹിക്കാതെ ദിവ്യകാരുണ്യം സ്ഥാപിച്ചത് നമ്മളോടൊപ്പം ആയിരിക്കാൻ, നമ്മളിലായിരിക്കാൻ, നമ്മുടെ ഉള്ളത്തിലായിരിക്കാൻ. അതുകൊണ്ട് ഉടയവൻ ഉള്ളിൽ കത്തിച്ച് വെച്ചൊരു തിരുനാളമുണ്ടല്ലോ, സ്നേഹത്തിൻ്റെ തിരുനാളം, അത് കെടുത്താതെ ദൈവത്തിൻ്റെ സ്നേഹഭാചനമായിട്ട് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈശോ ആവശ്യപ്പെടുന്നത് പോലെ, അമ്മ ഓർമ്മിപ്പിക്കുന്നത് പോലെ, ഏകരക്ഷകനായി, ബഹുരക്ഷകനല്ല, ഏകരക്ഷകനായി അവനെ എല്ലാവർക്കും കാണിച്ചു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, ലോകത്തെ പ്രാർത്ഥന കൊണ്ട് സ്പർശിക്കുന്ന ഒരു ശുശ്രൂഷ ഈ ഷെക്കേന ടെലിവിഷനിലൂടെയൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ പങ്കെടുത്തു. എല്ലാ നന്മയുടെ ചാനലുകളും ലോകത്തെ വചനത്താൽ, പ്രാർത്ഥനയാൽ, ദൈവിക ശുശ്രൂഷകളാൽ തൊടാനായിട്ട്, സ്പർശിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ദൈവമക്കളുടെ പ്രഘോഷണം വഴി, ത്യാഗം നിറഞ്ഞ പ്രാർത്ഥന വഴിയൊക്കെ. ആ പ്രാർത്ഥനയും ത്യാഗങ്ങളും എപ്പോഴാണ് അവസാനിപ്പിക്കേണ്ടത്? അവസാനിപ്പിക്കാമോ? സമയമായോ? ഇല്ല. അത് കൂടുതൽ തീക്ഷ്ണതയോടെ തുടരാനാണ് പരിശുദ്ധ അമ്മ ആവശ്യപ്പെടുന്നത്. എപ്പോൾ വരെ? ഏകരക്ഷകനായിട്ട് അവനെ, യേശുവിനെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി മനുഷ്യനായി അവതരിച്ച് ഈ ലോകത്ത് ജീവിച്ച് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് പാടുപീഡകൾ സഹിച്ച് കുരിശിലേറി മരിച്ച് ഉത്ഥാനം ചെയ്ത ഒരേ ഒരു ദൈവമേ ഉള്ളൂ. അവനാണ് യേശു ക്രിസ്തു. ആ ദൈവമാണ്, യേശുവാണ് നമ്മുടെ ദൈവം. ആ ദൈവം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ വേണ്ടി, നിങ്ങൾക്കൊരു സ്ഥലം സജ്ജമാക്കാൻ വേണ്ടി ഞാൻ പോകുന്നു എന്ന്, ഞാൻ വീണ്ടും വരുമെന്ന് ഉറപ്പ് തന്നിട്ടുള്ള ദൈവം. ആ യേശു ക്രിസ്തുവിനെ ലോകത്തിന് നമുക്ക് കാണിച്ചു കൊടുക്കണം. അതിനുവേണ്ടി യേശുവിൽ ജീവിക്കണം, യേശുവിനായി പ്രവർത്തിക്കണം, യേശുവിലൂടെ പ്രവർത്തിക്കണം. അങ്ങനെ ചെയ്യുന്ന സാക്ഷികളായിട്ട് നമുക്ക് മാറാം, നമുക്ക് ആഗ്രഹിക്കാം. തുടർന്ന് വരുന്ന ദിവസങ്ങളിലും ഈ സന്ദേശത്തിൻ്റെയൊക്കെ ബാക്കിയുള്ള ഭാഗം നമ്മൾ കേൾക്കും. നമ്മൾ കേട്ട സന്ദേശം നമുക്ക് ഉൾക്കൊള്ളാം, സ്വീകരിക്കാം, ജീവിക്കാൻ ശ്രമിക്കാം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആവേ മരിയ.